വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂണിലേക്കുള്ള CSIR ഫിസിക്സിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഏകദേശം 75 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഞാൻ ഈ ഡേയ്സിൻ്റെ കണക്ക് പറയുന്നത് നിങ്ങളെ പാനിക്കാക്കാനല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് അക്സലറേറ്റ് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ പ്രിപ്പറേഷൻ അക്സലറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ സ്കാൻ ചെയ്ത് പോവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിൻ്റെ സ്പീഡ് കൂട്ടുക, കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും CSIR ഫിസിക്സിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരും തമ്മിൽ കുറച്ച് ടൈം ഡിഫറൻസ് ഒക്കെ ഉണ്ട്. വർക്കിംഗ് ആയിട്ടുള്ളവരൊരു 5 മണിക്കൂറെങ്കിലും പഠിക്കണം എന്നൊക്കെ ഞാൻ ആദ്യം സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ഈ 5 എന്നുള്ളത് കൂട്ടേണ്ട സമയമായിട്ടുണ്ട്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ 5 മണിക്കൂർ പഠിച്ചാൽ നമ്മുടെ പോർഷൻ എങ്ങും എത്തില്ല. ഇപ്പോൾ ഫിസിക്സ് പരീക്ഷ ഒരിക്കലും മാറ്റാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഷെഡ്യൂളിൽ തന്നെ ഇപ്പോൾ വന്ന് വീണിട്ടുണ്ട്. ജൂൺ സൈക്കിൾ, ഡിസംബർ സൈക്കിൾ. സോ ഇനി ഇതിനകത്തു നിന്നൊരു ചേഞ്ച് CSIR ഒരിക്കലും സമ്മതിക്കാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ എക്സാം മാറ്റും എന്നുള്ള മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. എക്സാം കൃത്യം ആ ദിവസം തന്നെ നടന്നിരിക്കും. ജൂൺ 3rd വീക്ക് തന്നെ എക്സാം നടന്നിരിക്കും. സോ അതിന് യാതൊരു മാറ്റവും വേണ്ട, ചിന്തിക്കേണ്ട അതിനെപ്പറ്റി. സോ ഇനി നമ്മൾ പഠനത്തിൻ്റെ സമയം നിങ്ങൾ കൂട്ടണം. സമയം കൂട്ടുക എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ടൈം കൂട്ടണം. പഠിക്കാൻ ചെന്നിരിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ, പഠിക്കാൻ ചെന്നിരിക്കുന്ന സമയം റീല് കാണാൻ എടുക്കുന്നതോ, ഇതൊന്നും നമ്മുടെ പഠനത്തിൻ്റെ സമയത്തിൽ നിങ്ങൾ കൗണ്ട് ചെയ്തേക്കരുത്. പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന സമയം. സോ അത് നിങ്ങൾ കൃത്യം കൗണ്ട് ചെയ്യുക, എന്നിട്ട് സമയം കൂട്ടുക. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആപ്പിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡെസ്ക്ടോപ്പ് ആപ്പിലേക്ക് നിങ്ങളിത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് കുറയും. ഇപ്പോൾ ഫോണിലാണ് നമ്മൾ ഇത് ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത്, ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെക്കണം. പിന്നെ ഫോൺ മാത്രമുള്ളൂ, ലാപ്ടോപ്പില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഫോണിൽ ബാക്കിയുള്ള വാട്സപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ബാക്കി ഇങ്ങനത്തെ സോഷ്യൽ മീഡിയകളുടെ എല്ലാം ഈ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ 2020 വേൾഡ് കപ്പ് ഈ ഇടയ്ക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അതായത് ഇത് പുറത്തെന്താണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ പറ്റി പുള്ളിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗ്രൂപ്പ് സ്റ്റേജിലോ ഒന്നും കളിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിപ്പിക്കാതിരുന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ ഭയങ്കര വിമർശനമായിരുന്നു ടീം മാനേജ്മെൻറ്റിനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്നത്. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള 2020 പരമ്പര കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കെതിരെ വൻ വിമർശനമായിരുന്നു സഞ്ജു സാംസണെതിരെ. എന്തായിരുന്നു, അയാൾ ഫോമിലാകുന്നില്ല, ഇയാളെ വെച്ചുകൊണ്ട് എങ്ങനെ വേൾഡ് കപ്പ് ടീം ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അയാളെ ടീമിലെടുത്തിരുന്നുമില്ല. പക്ഷേ സഞ്ജു ചെയ്തത് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് മീഡിയകളിൽ നിന്നെല്ലാം വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നിരുന്നത് കൊണ്ട് ഈ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിമർശിക്കുന്ന കാര്യമോ, ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജുകളിലെ ടീം കോമ്പിനേഷനെ പറ്റി വിമർശനം ഉണ്ടായ കാര്യമോ, അദ്ദേഹത്തെ പിന്നെ ടീമിലെടുക്കണമെന്നുള്ള മുറവിളിയെ പറ്റിയോ, ഇതൊന്നും സഞ്ജുവിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സാധിക്കുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം സോഷ്യൽ മീഡിയ ഭൂരിപക്ഷം നമുക്ക് ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല. കാരണം നമുക്ക് അന്നത്തിനുള്ള വക സോഷ്യൽ മീഡിയ തരുന്നില്ല എന്നുള്ള കാര്യം. ഫിസിക്സ് കരിയറായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അന്നം തരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മുൻകൂട്ടി അറിയണം. അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററോ ഒരു ഇൻഫ്ലുവൻസറോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ശരി, ഇറ്റ്സ് ഓക്കെ ആൻഡ് ഫൈൻ. അല്ലാത്ത പക്ഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ഡിസ്റ്റൻസ് എടുത്ത് ഈ ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷന് നല്ലതാണ്. പിന്നെ പത്രം വായിക്കുക, ബുക്കുകൾ വായിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ബുക്കുകൾ മാത്രം വായിച്ച് അവിടെ ചമ്പറം പഠിച്ചിരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബുക്കുകൾ വായിക്കുക, പത്രം വായിക്കുക. ടോട്ടലി കട്ട് ഓഫ് ചെയ്യണ്ട. അതങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു സന്യസിക്കാൻ പോകുന്നതിന് തുല്യമാകും. അങ്ങനെ അത്രയൊന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എൻട്രൻസിലൊക്കെ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പത്രമില്ല, TV ഇല്ല, മൊബൈലില്ല, ഒന്നുമില്ല, ഇത് മാത്രം.
അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം യു ആർ ഗ്രോൺ അപ്സ്. സോ അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന മീഡിയകളിൽ നിന്ന് ഒരകലം പാലിക്കുക, ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളിൽ നിന്നും ഒരകലം പാലിക്കുക. ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും ഒരു ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഞാൻ മറ്റലമ്പുകൾക്കൊന്നും വരുന്നില്ല എന്ന് ഒന്ന് പറഞ്ഞ് പഠനത്തിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാലം നിങ്ങളുടേതാണ്. JRF കിട്ടിയാലോ ലെക്ചർഷിപ്പ് കിട്ടിയാലോ JRFോടുകൂടി നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അതിൻ്റെ ഒന്നും പകിട്ട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. മറ്റ് ന്യൂ ജനറേഷൻ കോഴ്സുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പലതും പറയും, ഈ സയൻസ് ഒന്നും ആർക്കും വേണ്ട. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നിലനിൽപ്പ് ഇന്നും ആർക്കും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും നമ്മുടെ പ്യുവർ ഫിസിക്സിൻ്റെ ഒന്നും സ്കോപ്പ് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കുറച്ച് സമയത്തേക്ക് ഒരു എന്താണ് മറ്റുള്ളവരാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാസ്കിംഗ് ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി അത് തിരിച്ചു വന്നോളും, യാതൊരു സംശയവും വേണ്ട. എന്തായാലും നിങ്ങൾ സബ്ജക്റ്റിനെ സ്നേഹിക്കുക, സബ്ജക്റ്റിലേക്ക് മാക്സിമം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ളത് സബ്ജക്റ്റ് ഏൺ ചെയ്തോളൂ. ഞാനെപ്പോഴും പറയുന്നതാണ്, റെസ്പെക്ട് ദ സബ്ജക്റ്റ് വിൽ റെസ്പെക്ട് യു. സോ ആ ഒരു മോട്ടോ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. JRFോടുകൂടി നിങ്ങൾ ജൂണിൽ നെറ്റ് പാസ്സാകണം എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മാക്സിമം വർക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. സോ ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഡിസംബറിൽ നടന്ന ഫിസിക്സ് പരീക്ഷയുടെ ഒരു ചോദ്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ 5 indistinguishable atoms are sitting on the distinguishable vertices of a pentagon. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The atoms can be in any one of the states G with energy 0 and E with energy E. However, neighboring atoms cannot be in the E state. The partition function of this system at temperature T is. ഈ ചോദ്യം ഞാൻ ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇത് എന്താണ് സംഭവം, GE എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ ഇഫ് യു റീറീഡ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് എന്താവും? സോ 5 indistinguishable atoms are sitting on the distinguishable vertices of a pentagon. So you know what is a pentagon? 5 സൈഡ് ആണ്, 5 കോർണേഴ്സ് ആണ് അതിനുള്ളത്. സോ ആറ്റംസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ പെൻറ്റഗണിൻ്റെ കോർണേഴ്സ് ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അതൊരു ട്രാപ്പാണ്. ദെൻ ദി ആറ്റംസ് ക്യാൻ ബി ഇൻ എനി വൺ ഓഫ് ദി സ്റ്റേറ്റ്സ് G, ഗ്രൗണ്ട് സ്റ്റേറ്റ് വിത്ത് എനർജി 0, അങ്ങനെ വായിച്ചാൽ മതി. Then and excited state with energy E. Then however neighboring atoms cannot be in the excited state. രണ്ട് അടുത്ത ആറ്റങ്ങൾ ഒരുമിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റില്ല. ഒരെണ്ണം ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഒരെണ്ണം എക്സൈറ്റഡ് സ്റ്റേറ്റിലും അങ്ങനെ പറ്റും. ഓക്കെ, പക്ഷേ രണ്ടെണ്ണം അടുപ്പിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പറ്റും എന്ന് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. സോ 2 atoms can be in the ground state. 2 neighboring atoms can be in the ground state, but 2 neighboring atoms cannot be in the excited state together. Then the partition function of this system at a temperature T is. So let us do this problem. So രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. So first one, the canonical partition function. The canonical partition function. The canonical partition function is given by Z is equal to what is that? Summation over all states. Summation over all states e raised to minus beta ei. E raised to minus beta ei. So this is where what is beta? Beta is 1 by kBt. I hope you know this. Beta is 1 by kBt. Then so what is pentagon? So pentagon is having 5 sides. Pentagon is having 5 sides. So I am replacing it. It is having 5 sides. So I am having 5 sides. I am interested in that side, isn't it? So this is what a pentagon is. So this is my pentagon. So this is my
one site, second site, third site, fourth site, and fifth site. So these are my 5 sites in which I place the atoms. So what is the constraint that is given? Excited atoms. Excited atoms cannot be the neighbors. Cannot be excited atoms cannot be neighbors. Excited atoms cannot be neighbors. So from this, there are 5 atoms. So there are 5 minus 1, 4 different cases. Okay. So I'm assuming that you see I have I'm assuming that there are some k excitations are there. K excitations. So this is the long method. Otherwise you can do it in a simple manner. So there are k excitations. So first one is that k is equal to 0. K is equal to 0. So k is equal to 0. What does that mean? So in the question it is given no neighboring atoms can be excited together, but neighboring atoms could be in the ground state together. Okay, so k is equal to 0 means there are no excited atoms. All atoms are in the ground state. How many arrangements will be possible? Since the atoms are indistinguishable and the sites are distinguishable, so the distribution is mutually exclusive, right? So that means there is only one combination. There is only one combination. The combination will not be changed if I place this atom here. So that means why? Because the atoms are indistinguishable. So there is only one combination that is having no excitation. So k is equal to 0 means all atoms are in the ground state. All atoms in ground state. So all atoms in ground state. So I have only one configuration. I have only one configuration. So how many contributions are there from this case? So only one contribution. So only one contribution from k is equal to 0. Clear? Then second one. K is equal to 1. K is equal to 1. So k is equal to 1 means there is only one excitation. One atom is excited. So that excited atom could be here, 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 here. So there are 5 different possibilities. Okay, there are 5 different possibilities. So for that, that means we can this excited atom can choose. Excited atom can choose any vertex, isn't it? The excited atom can choose any vertex. Okay, so for that, what is the how can I write? It is a 5C1, isn't it? 1 out of 5, 5C1. So that is 5 factorial divided by 1 factorial into 4 factorial, and the answer is 5. There are 5 possibilities. There are 5 possibilities. So how many contributions? I have 5 contributions. ഇത് ഞാൻ പറയുന്നത് for those people who have not studied statistical mechanics. If you have studied statistical mechanics, you can find the answer within seconds. Okay, so how many contributions are there? 5 contributions are there. And the third case is k is equal to 2. So 2 atoms are simultaneously excited. 2 atoms. So how many atoms? 2 atoms. But 2 atoms cannot be together. So this and this and this. Okay, there are different possibilities. How many? So so here you can choose any 2 non-adjacent vertices. Non-adjacent vertices. You can choose any 2 non-adjacent vertices. So for that, how many ways are there? Total ways 5C2. So what is that? 5 factorial by 2 factorial into 5 minus 2, 3 factorial. So 3 factorial. So 5 into 2, 20. 5 into 4, 20. 20 by 2 is a 10. There are 10 different ways of arrangement. Okay, there are 10 different ways of arrangements. So
there are 10 different ways of arrangements. But one thing is there, we cannot place two excited atoms together. So how many adjacent sites are there? 5 adjacent sites are there. So out of these, you have to eliminate these 5. So how many contributions? How many contributions? 10 minus 5, that should be equal to 5. That will be equal to 5. 5 different contributions are there. Then fourth one is k is equal to 3. K is equal to 3. So there I have 3 atoms excited. 3 atoms are together excited. So if you take 3 atoms, so I'm taking 1, 2 and 3. So 1, 2 and 3. 1, 2 and 3. So if you take this one, 1, 2 and 3. So 2 are together. So anyhow you will be having 2 atoms sitting together. That means there is no contribution in that case. So here if 3 atoms are excited, at least 2 has to be neighbors. So if 3 atoms are excited, at least 2 has to be neighbors. At least 2 has to be neighbors. So it is not allowed. So it is having 0 contribution. So now I have calculated all the contributions. So now I have to find out the partition function. So partition function is a sum of all these states. So the partition function is then I have one more case. K is equal to 5. All 5 atoms are excited. That is never going to be possible, isn't it? So therefore the partition function, therefore Z is equal to what is that? First one, all atoms are in the ground state. 1 into e raised to minus beta into 0. E raised to minus beta into 0. Then the second one, how many are there? 5 are there. 5 contributions are there. Only 1 is excited. E raised to minus beta e, isn't it? Plus second one, the second case also 5 contributions are there. How many are excited? 2 atoms are simultaneously excited. Energy will be 2e. So e raised to minus 2 beta e. So what is that? 1 plus 5 e raised to minus beta e plus 5 e raised to minus 2 beta e. So this is the partition function. And if you take e raised to minus beta e as x, so Z is equal to 1 plus 5x plus 5x square. So this is another form. Okay. So in the question, sometimes they may give you the hint. Take e raised to minus beta e as x and represent a Z in terms of ex. Then this can be the answer or this could be the answer. So is it clear? So if you know statistical mechanics, just to draw the pentagon, think of excitations. The first case, all five are in the ground state. Only 1 contribution. Then second one, only 1 is excited. 5 sites are there. So 5 e raised to minus beta e plus next 2 are excited. 2 then out of these 2, it can never be together. So 5 into 2, 10 minus 5, 5. So 5 e raised to minus 2 beta e. So this is partition function in a single step. Why I told 5 into 2? 2 atoms are there. 2 atoms in 5 sites. It can form 10 combinations. 10 into 2 into 5, 10 combinations. So out of these, 5 can be eliminated. Why? They are adjacent sites. So 10 minus 5, 5. So that 5 comes here. 2 atoms are there. That is 2e. So this is Z in a single step. So you can follow either this, or if you are a beginner, you can follow this long method. So I hope this problem is understood. So ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ ജൂണിലേക്കുള്ള JRF വിക്ടറി ബാച്ചിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. സോ നിങ്ങൾക്ക്
ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ JRF കൂടി ജൂണിലെ CSIR ഫിസിക്സ് പാസ്സാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഓർ യു ക്യാൻ ജോയിൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. സോ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ, നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് യു ക്യാൻ ജോയിൻ. സോ നിങ്ങൾക്കൊരു പേഴ്സണൽ കെയർ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മൾ ലൈവ് ക്ലാസ്സുകളുടെ എണ്ണം ഇനി കൂടുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ 2 മണിക്കൂർ വെച്ചിട്ട് ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൈവ് ക്ലാസ്സിന് മുമ്പും നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് എന്ത് പഠിച്ചിട്ട് വരണം എന്ന് ഞങ്ങൾ പറയും. അതിൻ്റെ ടൈം ടേബിൾ എല്ലാം നേരത്തെ ഫിക്സ്ഡ് ആണ്. സോ അതിനനുസരിച്ച് നിങ്ങൾ ലൈവ് ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം ഓരോ ആഴ്ചയും നടക്കുന്ന ബുധനാഴ്ചത്തെ വെനസ്ഡേ എക്സാമിനും സാറ്റർഡേ എക്സാമിനും വേണ്ടിയും നിങ്ങൾക്ക് ടൈം ടേബിൾ നേരത്തെ തന്നിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നടക്കും. ലൈവ് ക്ലാസ്സിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും എക്സാമിന് വേണ്ടിയുള്ള പഠനവും. സോ ഇത് രണ്ടും കൂടി നടക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങൾ 2 പേപ്പർ സൈമിൾട്ടേനിയസ് ആയിട്ട് പഠിച്ചു പോവുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ യു ക്യാൻ കവർ അപ്പ് ദി സിലബസ് വെരി ഈസിലി ആൻഡ് ഫാസ്റ്റ്. സോ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ എക്സാമുകളെല്ലാം സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ട് മാത്രം എഴുതുക. ലൈവ് ക്ലാസ്സിന് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് വന്ന് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്യുമുലേറ്റീവ് എക്സാമുകളും റിവിഷൻ എക്സാമുകളും എല്ലാം അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കവറപ്പ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. സോ നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു ഇൻ ദ ക്ലാസ്സസ്. താങ്ക് യു.